അങ്ങനെ നമ്മുടെ കാർക്കൂന്തലൊക്കെ കഴുകി ഇത് ഉണങ്ങിയില്ല. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നതാട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും, ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെയും പോലെ ഇന്ന് നമ്മൾ നമ്മുടെ മുഖമൊക്കെ അല്ലേ വെളുപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച സുപ്പുവിൻ്റെ കാർക്കൂന്തലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് കാർക്കൂന്തലൊന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ മഴ ആയതുകൊണ്ട്, പിന്നെ എനിക്ക് ഈ പനിയും അസ്വസ്ഥതകളൊക്കെ ആയിരുന്നതുകൊണ്ട് നമ്മുടെ കാർക്കൂന്തലിനകത്ത് ഒരു പരിപാടിയും ചെയ്തില്ല പിള്ളേരെ. എണ്ണ തേക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. കഞ്ഞവെള്ളം പോലും നമ്മൾ ഒഴിക്കുന്നതല്ലായിരുന്നു കേട്ടോ. മറ്റേ എന്നും രാവിലെ ഞാൻ കഞ്ഞവെള്ളം തല തേച്ച് പിടിപ്പിക്കായിരുന്നു. പിന്നെ വേറെ നമ്മുടെ ഓരോ ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒത്തിരി ദിവസം കൊണ്ടൊന്നും ചെയ്യുന്നില്ല, വയ്യാത്തത് കൊണ്ടായിരുന്നു. ചിലപ്പം പനിയൊക്കെ കൂടിയ അസ്വസ്ഥതകളൊക്കെ ആവത്തില്ലേ, പിന്നെ എന്നെ വഴക്ക് പറയത്തില്ലേ, അതുകൊണ്ട് പേടിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല. നമ്മുടെ കാർക്കൂന്തലിനകത്ത് ഒരു കാർക്കൂന്തലൊക്കെ ഇഷ്ടമില്ലാത്തവരാരാണ്? ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉള്ളവരത് മുറിച്ച് കളയുകയാണ്. ഞങ്ങളൊന്നും മുറിക്കാനൊന്നും, ഇതിപ്പോൾ ഞാൻ മുറിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ഓരോ എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ ചെയ്ത് നമുക്ക് മുടി വളർത്തണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ മുടി മുറിച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഓരോന്ന് തേക്കുന്നത്. ആ മുറിച്ചതിൽ നിന്നും വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മുട്ടയൊക്കെ തേക്കുന്നുണ്ട് ഞാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ കാർക്കൂന്തലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. ഞാൻ എണ്ണ ഇച്ചിരി രാവിലെ നന്നായിട്ട് തേച്ച് കൊടുത്തായിരുന്നു. തേച്ച് കൊടുത്തിട്ട് രാവിലെ കേട്ടോ. അപ്പോൾ ഞാനിപ്പം നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഈ ചെമ്പരത്തി പൂവിട്ട ചെമ്പരത്തിപ്പൂവിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ. ചെമ്പരത്തിപ്പൂവിട്ട് കാച്ചി തേക്കുന്ന എണ്ണ ഇത് കേട്ടോ. ഇത്രയായി, ഞാൻ ഫുള്ള് തേച്ച് വെച്ചിരുന്നത് ഇത്രയായി ഞങ്ങളുടെ. അതൊക്കെ ഞാൻ ഇതിനകത്താട്ടോ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്ന ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. എല്ലാ സ്ഥലത്തോട്ടും അങ്ങോട്ട് ചെന്ന് പിടിക്കും കേട്ടോ. എൻ്റെ കണ്ടുപിടുത്തം നമ്മുടെ മെഷീനകത്ത് എണ്ണ ഒഴിക്കുന്ന കുപ്പി, മെഷീനകത്ത് ഒഴിക്കുന്നതല്ല, മെഷീനകത്ത് എണ്ണ ഒഴിക്കുന്ന കുപ്പി കേട്ടോ. ഇതാണ് നല്ലത്. ഞാൻ ഇങ്ങനെ മുടിക്കാത്ത, പക്ഷെ മറ്റേത് എനിക്കും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് പരീക്ഷണമൊക്കെ തുടങ്ങാം. കാർക്കൂന്തലൊക്കെ നന്നായിട്ട് വളരാനും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചലിനും ഒക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചിമാരൊക്കെ ചെയ്തു തകർത്ത് വരും മുടി കിളർത്ത്. ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇന്നാളിൽ തേങ്ങാപ്പാൽ മാത്രമായിട്ടുമൊക്കെ നമ്മൾ ചെയ്തല്ലോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ. ചേച്ചിമാരൊക്കെ അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് കിടന്ന് എഴയുകയാണ് അവരുടെയൊക്കെ മുടി. അത് കാണുമ്പോൾ നമുക്ക് അസൂയ കുശുമ്പ് ഇതൊക്കെ ഉണ്ടാവും. അസൂയയും കുശുമ്പും ഒന്നും ഇല്ലെന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന് സുപ്പൂന് ഇച്ചിരി അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട് പിള്ളേരെ കേട്ടോ. വേറെ ഒന്നിനുമില്ല, പക്ഷേ ഈ മുടിയുടെ ഇതില്ല കേട്ടോ. നമ്മുടെ മുടിയുടെ ഇതിന് ഇന്നൊന്നും ഇരിക്കുക കേട്ടോ. വയ്യ, തീരെ അവശതയാണ്. അമ്മമ്മയ്ക്ക് വയ്യ കേട്ടോ. നമുക്ക് ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യാം. ഒരു മുട്ടയുടെ വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് പതപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ടയുടെ വെള്ളം. ഇത് കാക്കച്ചി അലമ്പുണ്ടാക്കല്ലേ നിങ്ങൾ. ഒരു കോഴിമുട്ടയ്ക്കൊക്കെ വില കൂടുതലായിട്ടോ. എന്നോട് അണ്ണൻ പറഞ്ഞിട്ട് നീ ആഴ്ച ഒരിക്കലെങ്ങാണം മതി, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ തല്ലി പൊട്ടിച്ചോ, ഞാൻ ഒന്നും പറയത്തില്ല. മുട്ടയ്ക്കൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കോഴീൻ്റെ ഒരു മുട്ട കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ദൈവമേ, തേങ്ങയ്ക്ക് ക്ഷാമമാണ് കേട്ടോ. ഇത് ഒരു തേങ്ങയുടെ അല്ല, കുറച്ച് ഞാൻ എടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് വേണം. പിന്നെ വൈറ്റമിൻ ഇ ഗുളിക വേണം. എന്തിയാടാ നീ പാത്തിരിക്കുകയാണോ? വൈറ്റമിൻ ഇ ഗുളിക വേണം. സുപ്പുവിൻ്റെ കാർക്കൂന്തലിൻ്റെ ആ നീളക്കൂടുതലും അതിൻ്റെ ആ വളർച്ചയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ 2 അഡ്ജസ്റ്റ് ചെയ്ത് പുരട്ടാമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയത്തില്ല.
ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയുടെ ആവശ്യത്തിന് ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഇത്തിരിയുള്ള മുടിയാണെങ്കിൽ 2 എടുത്തോ, സോപ്പ് ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പോഴേ എനിക്ക് നമ്മുടെ ലതിക ചേച്ചിയാണെന്ന് തോന്നുന്നു, അന്ന് ഇന്നാലെല്ലാം കണ്ട് അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നെന്നൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ മുടിയുടെ ഒരു ഇത്. അപ്പോൾ അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് സുപ്പൂന് മുടി വേഗം കിളർക്കണമെന്ന് നോക്കി എന്നോടുള്ളൊരു സ്നേഹം നോക്കിക്കാണാം ചേച്ചിമാരുടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നതുകൊണ്ട് പറയും ഈ പെണ്ണങ്ങ് വലിച്ചു നീട്ടുവാണ്. എന്തോടെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയണ്ടേ, സ്നേഹമുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നത് കൊണ്ട് അതൊക്കെ കേൾക്കാതാണോ പോണേ എല്ലാവരും. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ മുട്ടയ്ക്കകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, ഒത്തിരി. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈച്ച ഇന്നും വന്നിട്ടുണ്ട് അലമ്പുണ്ടാക്കാൻ. ഞാൻ ഓടിച്ചിട്ടടിക്കും കേട്ടോ. ഇനി നമുക്ക് ആ വൈറ്റമിൻ ഇ ഗുളികയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. വൈറ്റമിൻ ഇ ഗുളികയും കൂടെ ഫുള്ളായിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ കാലത്ത് പെങ്കൊച്ചേതാ ആങ്കൊച്ചേതാ ഒന്നും അറിയാൻ വയ്യ കേട്ടോ. എല്ലാവരും ഒരേ വേഷം ധരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടുമേ അറിയത്തില്ല. പിന്നെ മുടിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, ആരാണെന്നറിയാൻ വയ്യാലോ. അപ്പോഴേ അതും പൊട്ടിച്ചിട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനുണ്ടല്ലോ എൻ്റെ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ പുരട്ടുന്നില്ല. അപ്പോഴേ എല്ലായിടത്തോട്ടും ചെല്ലും കേട്ടോ. ഞാൻ മുന്നോട്ടിരിക്കാം, എന്നാലും ശരിയാവും. ഞാൻ രാവിലെയും മുടിയിൽ എണ്ണ പുരട്ടി തേച്ച് നിന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പുരട്ടുന്നില്ല, നന്നായിട്ട് എണ്ണമയം ഉണ്ട് എൻ്റെ മുടിയിൽ. ഞാൻ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ എണ്ണ തേച്ചിരിക്കണം. മുടിയിൽ എണ്ണ തേച്ചിട്ട് നമ്മൾ എന്തോ ആണെങ്കിലും നമ്മൾ പിന്നെ തേച്ച് കൊടുക്കാവും. ഞാൻ ഇപ്പം രാവിലെ തേച്ചതല്ലേ, തേച്ച് കെട്ടി വെച്ചിരുന്നതാണല്ലോ. അപ്പോഴിപ്പം ഒത്തിരി സമയമായി, നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. എനിക്കങ്ങ് പുറം വേദന, അതായിരുന്നു ഞെളിപിരി ഉള്ളത് കേട്ടോ. കസേരയിലൊന്നും ഇരിക്കാൻ പോയി, അത്രയ്ക്ക് പുറം വേദന. അപ്പോൾ ഇനി എൻ്റെ കുപ്പിക്കകത്തോട്ടെ ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. ഈച്ച അലമ്പുണ്ടാക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങോട്ടേക്ക് തന്നെ വീണാൽ മതിയായിരുന്നു, തറയിൽ പോയാൽ. പാല് ഫുള്ളേ എടുത്തില്ല, പിന്നെ ബാക്കിയുള്ള പാല് നമുക്ക് മുടി തിരിച്ചു കേട്ടോ, കളയാം. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ എല്ലായിടത്തും നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തും ചെല്ലും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചേച്ചിമാർക്കൊന്നും ഈ കുപ്പിയില്ലെങ്കിൽ ഓരോന്ന് വാങ്ങിച്ച് ഇങ്ങനെ എടുക്കുക. എനിക്ക് നിങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വിഷമം വരുമെന്ന് വെച്ചാൽ പകുതിയും താഴെയും നമ്മൾ കൈക്കുമ്പിളിൽ എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴും പകുതി അങ്ങ് താഴോട്ടും ഒക്കെ പോകും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും ചെല്ലും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അവസാനം നമുക്ക് നന്നായിട്ട് തേച്ച് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മുടി വളർച്ചയ്ക്കും മുടി പൊഴിച്ചിലും ഒക്കെ അടിപൊളി ടിപ്പാണിത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒരു ദിവസം നമ്മുടെ മുഖം വെറുതെ ഇടാം കേട്ടോ. എന്നും നമ്മൾ മുഖത്ത് അങ്ങനെ ചെയ്തുവിടാം. ഒരു ദിവസമൊക്കെ നമുക്ക് മുഖം വെറുതെ വീഴണം, അല്ലെങ്കിൽ അത് തന്നെ പ്രാകും. എന്നെ ഇട്ട് എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് ഇന്ന് പൗഡർ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല,
മുട്ടവെള്ളയൊക്കെ നമ്മുടെ മുഖത്ത് നല്ലതാട്ടോ, ചുളിവുകളൊക്കെ മാറാനും പ്രായം തോന്നിക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഇവിടെ എല്ലാം കുഞ്ഞു മുടികൾ വന്നു തുടങ്ങി കേട്ടോ. മുടിയെല്ലാം പൊഴിഞ്ഞായിരുന്നേ, ഇവിടെ എല്ലാം കുഞ്ഞു മുടികൾ, നമുക്കത് അറിയാൻ പറ്റും. പിന്നെ മേളത്തെ മുടി ക്ലിപ്പ് ഇടുന്ന ഭാഗം ഒത്തിരി പൊഴിച്ചില്ല ഞാൻ പറയത്തില്ലായിരുന്നു, അതൊക്കെ ഇപ്പം കിളിർത്ത് വന്നു. ഇനിയുണ്ട് കേട്ടോ, തീർന്നില്ല. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ഒരു മുട്ട ഒത്തിരി കാണത്തില്ല. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഇട്ടപ്പം തന്നെ നമുക്ക് നന്നായിട്ട് പുരട്ടാനുള്ള മഴക്കോള് വരും. തുണി മുറ്റത്ത് കിടക്കും, ഞാനതാ നോക്കുന്നത് കേട്ടോ. ഏകദേശം തീർന്നു കേട്ടോ. പക്ഷേ എനിക്ക് പാലിച്ചിരിയും കൂടി ഇരിപ്പുണ്ട്, അത് കളയണ്ട കേട്ടോ. നമ്മൾ ഇന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ചതല്ല എടുത്തതാ തേങ്ങാപ്പാൽ, ഞാൻ പിഴിഞ്ഞെടുത്തതാ. അതും കൂടെ നമുക്ക് തേച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മുടി അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇരിക്കട്ടെ, അങ്ങോട്ട് കുളിച്ചവന് മുടി അങ്ങോട്ട് കിളിർക്കട്ടെ. ആഴ്ചയിലൊക്കെ ചെയ്താലും മതി കേട്ടോ. ഇത് ഇവിടെ കാക്കച്ചികൾ ആലമ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. തീർന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇനി മസാജ് ചെയ്യും. എല്ലായിടത്തും പിടിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടും നമ്മൾ എടുത്ത ഇത് വേസ്റ്റായി പോകത്തില്ല കേട്ടോ. മറ്റേ നമ്മൾ കൈക്കുമ്പിൾ എടുത്തിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ പകുതി അങ്ങ് പോവും. അത് വേണ്ട, ഇങ്ങനെ മതി അല്ലയോ? എങ്ങനെയുണ്ട് സുപ്പുവിൻ്റെ ഐഡിയ? എൻ്റെ മുടിയിൽ പിന്നെ താരനൊന്നുമില്ല കേട്ടോ, താരനൊന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പം താരനൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം മുടിയിലൊക്കെ ഇങ്ങനെയൊക്കെ തേക്കും. ആ താരനിരുന്നാൽ ഭയങ്കര ശല്യം കേട്ടോ. എങ്ങനെയും മാറ്റാൻ നോക്കണം. താരനുണ്ടെങ്കിൽ മുടി കുഴിച്ചിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇനി ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇരിക്കാം. എന്നിട്ട് നന്നായിട്ട് തേച്ച് കഴുകി കുളിച്ചാൽ മതി കേട്ടോ. മുട്ടയുടെ മണം കാണത്തതേ ഇല്ല. നമ്മൾ മുട്ടയുടെ വെള്ളയ്ക്ക് സ്മെല്ലൊന്നും ഇല്ലടാ. ഞാനും വിചാരിച്ചു ഈ പൂച്ച എന്തിനാ കിടന്ന് കരയുന്നേ? പൂച്ചേ ചുമ്മാ കിടന്നങ്ങ് കരയുക. ആഹാരം കഴിച്ചിട്ടും പൂച്ചയ്ക്ക് സങ്കടം വരുന്നേ. അപ്പോഴേ നമുക്ക് മുട്ടയ്ക്ക് വാടയുണ്ടെന്നൊക്കെ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷേ വാടയൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇനി തണുത്ത വെള്ളത്തിൽ അങ്ങ് കഴുകിയാൽ മതി. നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ മുഖത്ത് എന്ത് തന്നെ ചെയ്യുവാണെങ്കിലും ഇതേപോലെ സോപ്പ് വേണ്ടിയിടരുത്. നമ്മൾ സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ മുഖത്തും എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തലമുടിയും അങ്ങനെ തന്നെ കഴുകിയെടുക്കുക. നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഒട്ടുമേ സ്മെല്ലില്ല കേട്ടോ. അപ്പോഴെന്തായാലും 10-20 മിനിറ്റ് കഴിഞ്ഞല്ലേ നമുക്ക് കുളിക്കാനൊക്കെ തല കഴുകി. അതുവരെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ അലമ്പുണ്ടാക്കാൻ ഒത്തിരി കാക്കകളും ഉണ്ട്, ഒത്തിരി പൂച്ചകളും ഉണ്ട്. പുതിയ ഒത്തിരി വിരുന്നുകാർ വന്നിട്ടുണ്ട്. മാവും 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 എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് നോക്കിയിരിക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണണോ? കുളിച്ചിട്ട് തലമുടി കഴുകണം, അതേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ എന്താ കേട്ടോ. അപ്പോഴിതേ നമ്മൾ മുട്ടയും നമ്മുടെ തേങ്ങാപ്പാലും വൈറ്റമിൻ ഇ ഗുളികയും ഒക്കെ ഇട്ട് ആ മിക്സൊക്കെ ഇട്ട് നമ്മളൊരു 30 മിനിറ്റ് ഞാൻ ഇരുന്ന് കേട്ടോ. 30 മിനിറ്റ് ഇരുന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ നല്ലൊരു കിടക്കാച്ചൊരു മരുന്നാണെന്നാണ് ചേച്ചിമാർ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കാം കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും മുട്ടയൊക്കെ ഞാൻ മിക്കവാറും തേക്കുന്ന ആൾ. ഇവരെ 3 പേരെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ
ചേച്ചിമാർക്ക് റിസൾട്ട് നല്ലതാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോഴിടയ്ക്ക് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴും നിങ്ങളും പരീക്ഷിച്ചോളൂ. ചെയ്തിട്ടില്ലാത്ത ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ചെയ്തോളൂ. അപ്പോൾ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ വേണം കേട്ടോ. അല്ലാതെ അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് പൊട്ടയാ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളൊന്നും ചെയ്യരുത്. എപ്പോഴും നല്ലത് വരും എന്ന് വിചാരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒഴുക്കം മട്ടിൽ ചിലവ് ചെയ്യുന്നതുകൊണ്ട് അവരങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നു എന്നും പറഞ്ഞാൽ ഞാനും ഒന്ന് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ചെയ്യരുത് ഒരിക്കലും കേട്ടോ. അപ്പോൾ നമുക്ക് വേണം എന്നും പറഞ്ഞ് ചെയ്യുക, എന്നാലേ അത് സക്സസ് ആവത്തുള്ളൂ കേട്ടോ. എൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പോഴിങ്ങനെ നമ്മൾ ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ട് അപ്പോഴിഷ്ടം തോന്നി അങ്ങനെ ഞാനും ചെയ്ത് തുടങ്ങിയത് ഓരോ കാര്യങ്ങളും. അപ്പോഴെനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും മുഖത്തിനാണെങ്കിൽ ഇന്ന് നമ്മൾ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എപ്പോഴാണെങ്കിലും പൗഡറൊന്നും ഇടത്തില്ല. ഞാൻ അങ്ങനെ കുളിച്ചിട്ട് അങ്ങനെ പൗഡറൊന്നും ഇടത്തില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും പായ്ക്കുകൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിലും ഞാൻ അപ്പോഴിടത്തില്ല കേട്ടോ. മുഖം നമ്മൾ കുളിക്കുമ്പോൾ അങ്ങ് കഴുകി പോകത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ പൗഡർ ഇടത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മുടെ മുഖത്ത് നല്ല നമ്മൾ ചെയ്തതിനൊരു എന്തായാലും ഒരു ഇത് വേണമല്ലോ, നമുക്ക് പ്രയോജനം കിട്ടല്ലോ. അല്ലെങ്കിൽ ആ പൗഡറൊക്കെ തേച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിനൊരു ഇത് കിട്ടത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ഓരോ പായ്ക്കളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കാക്കത്തമ്പുരാട്ടി ഉണ്ടല്ലോ, 2 വാലിങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവളുമാരൊക്കെ അറിഞ്ഞു പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇതൊക്കെയല്ലായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. ഒത്തിരി വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോഴേ കമൻ്റൊക്കെ അയച്ചോളൂ. സന്തോഷമായിട്ട് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.